ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിതാ SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് റിവ്യൂ ചെയ്ത് വരാനാണ് സാധ്യത, റൈറ്റപ്പ് ചെയ്ത് വരാനാണ് സാധ്യത എന്നുള്ളത്. അതിൻ്റെമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഈ SSLC പരീക്ഷാക്കാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ റിവ്യൂ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമുക്കറിയാം, മൊത്തം 15 പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളതിൽ 7 പാഠഭാഗങ്ങൾ ബേസ് ചെയ്തിട്ടാണ് പൊതുവെ റിവ്യൂസ് വരാൻ ഏറ്റവും സാധ്യതയുള്ളത്. ഏതൊക്കെയാണ് 7 പാഠഭാഗങ്ങൾ? ഏറ്റവും ആദ്യം ജനറലായിട്ടാണ് പറയുന്നത്. 7 പാഠങ്ങൾ എന്ന് പറയുന്നത്: എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്, 2 ദി ആറ്റിക്. രണ്ടാമത്തെ യൂണിറ്റിലെ 2 ചാപ്റ്ററിൽ നിന്നും റിവ്യൂസ് വരാൻ സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റാണുള്ളത്, അത് പീസ് ഓഫ് സ്ട്രിങ്ങും വാറുമാണ്. അത് കഴിഞ്ഞ് 4ാമത്തെ യൂണിറ്റിൽ ബേർഡ് വാച്ചിങ്ങുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്ന് റിവ്യൂ വരില്ല. അതേസമയം ശാകുന്തളം എന്ന പ്ലേ ബേസ് ചെയ്തിട്ട് റിവ്യൂ വരും. ലാസ്റ്റ് യൂണിറ്റിലെ ബിലൗഡ് ബോളീസും പ്രിവൻസ് നാഷണലും. അങ്ങനെ മൊത്തം 7 ചാപ്റ്ററുകളുണ്ട്. ഈ 7 ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും റിവ്യൂസ് പൊതുവെ വരാറുള്ളത്. ഇതിൽ കാരണം എപ്പോഴും ഒരു കഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റിവ്യൂ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പോൾ 6 കഥകൾ, ഒരു പ്ലേ ആണ് നമുക്കുള്ളത്. സോ ഈ 7 പാഠഭാഗങ്ങൾ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ഏറ്റവും സാധ്യത നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗസ് മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. ഇതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് പറയാൻ? എല്ലാം ഒരേപോലെ വളരെ നല്ല കഥകളും പല തീമുകളുടെ കഥകളുമാണ്. അതുകൊണ്ട് നമുക്കൊരു ഗസ് മാത്രമേ പറയാൻ പറ്റൂ. മുമ്പ് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാനൊരു 2-3 ചാപ്റ്ററുകൾ പറയാം. അതിലൊന്ന് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിവ്യൂ വരാൻ സാധ്യതയുണ്ട്. റിവ്യൂ ക്വസ്റ്റ്യൻ വന്നാൽ, എല്ലാ എക്സാം റിവ്യൂ വന്നോണമെന്നില്ല, വന്നാൽ പീസ് ഓഫ് സ്ട്രിങ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് റിവ്യൂ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്ന ചാപ്റ്റർ, ലാസ്റ്റ് യൂണിറ്റിലെ പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് റിവ്യൂ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാർ എന്ന് പറയുന്ന കഥ, ഇതുമായി ബന്ധപ്പെട്ടും ഒരു റിവ്യൂവിന് ഞാൻ സാധ്യത കാണുന്നുണ്ട്. ഈ 3 ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തിനർത്ഥം നിങ്ങൾ ഈ 3 മാത്രം പഠിച്ചു പോകുന്നതല്ല. ഞാൻ പറഞ്ഞൊരു 7 ചാപ്റ്റർ ഉണ്ടല്ലോ, 7 ചാപ്റ്ററിൻ്റെയും സമ്മറിയും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. ഏതും വരാം, പക്ഷേ കൂടുതൽ ഞാൻ സാധ്യത കാണുന്ന 3 ചാപ്റ്ററുകൾ ഇതാണ് എന്നേ ഉള്ളൂ. ഇത് വരാതിരിക്കാം. ഇതൊരു ഗസ്സാണ്. നമുക്ക് നോക്കാം വരുമോ എന്നുള്ളത്. എല്ലാം നിങ്ങൾ പഠിക്കണേ, ഇത് മാത്രം പഠിച്ചു പോരുത്. ഇതെന്തായാലും പഠിക്കാതെ പോരുത്, ഇത് തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ, ഇനി റൈറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ, റൈറ്റപ്പിനാണെങ്കിൽ നമുക്ക്, റിവ്യൂവിനാണെങ്കിൽ നമുക്ക് 15-ൽ 7 ചാപ്റ്റർ എന്നൊക്കെ കൊണ്ടുവരാം. റൈറ്റപ്പിനാണെങ്കിൽ 15-ൽ 10 ചാപ്റ്റർ നമുക്ക് റൈറ്റപ്പിന് സാധ്യതയുണ്ട്. പക്ഷേ റൈറ്റപ്പ് നിങ്ങൾ കാണേണ്ടത് വേറൊരു രീതിയിലാണ്. ആ യൂണിറ്റിൻ്റെ തീമിനോട് കണക്ട് ചെയ്ത് നിങ്ങൾ കാണുന്നതായിരിക്കും നല്ലത്. ഇപ്പം ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വെരി ഓൾഡ് മാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് സൊസൈറ്റി വെരി ഓൾഡ് മാനോട്, ആ വൃദ്ധനായ മനുഷ്യനോട് സൊസൈറ്റി ഏതൊക്കെ രീതിയിലാണ് പെരുമാറിയത്, അയാൾ വന്ന് വീണ വീട്ടിലുള്ള പെലായോയും എലസൻ്റെയും ഒക്കെ ആദ്യം എങ്ങനെ പെരുമാറി, പിന്നീട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെയൊക്കെ ഒരു സെൽഫിഷ്നെസ്സിനെ കുറിച്ചിട്ടും സൊസൈറ്റി ഇതിനെ കാണുന്ന രീതികളെക്കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു പക്ഷേ റൈറ്റപ്പിന് സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം 2 ചാപ്റ്ററുകളുണ്ട്, ബ്രേക്കിംഗ് ബാരിയേഴ്സും അതേപോലെ ഫീനിക്സ് റൈസും. 2 ചാപ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരാളാണ് ആദ്യമെങ്കിൽ, 2 സൊസൈറ്റിയിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് രണ്ടാമത്തെ പാഠത്തിൽ. അതായത് കൺമുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നേരിട്ട വെല്ലുവിളികൾ, ഒബ്സ്റ്റക്കിൾസിനെ അതിജീവിച്ചുകൊണ്ട് സക്സസ്ഫുള്ളായ ആളുകളുടെ കഥയാണ് രണ്ടാമത്തെ യൂണിറ്റ് അല്ലേ. അപ്പം ആ യൂണിറ്റിൽ നിന്നും ഏത് റൈറ്റപ്പ് വന്നാലും അതിൻ്റെ ബേസ് ഇതായിരിക്കും. ഒബ്സ്റ്റക്കിളിനെ അല്ലെങ്കിൽ സ്വന്തം മുന്നിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ വളരെ ബോൾഡായിട്ട് നേരിട്ട് കൊണ്ട് എങ്ങനെ അച്ചീവ് ചെയ്യാം, എങ്ങനെ ഗോൾസ് അച്ചീവ് ചെയ്യാം, എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മാറാം, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൈറ്റപ്പ് വരികയാണെങ്കിൽ ഈ കൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. സോ ആ രീതിയിലുള്ള കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ചാപ്റ്ററിൽ വാർ, അതേപോലെ പീസ് ഓഫ് സ്ട്രിങ്ങിൽ ഒരു ഫോൾസ് അക്യൂസേഷൻ അല്ലേ, തെറ്റായ രീതിയിൽ ഒരു കുറ്റം ആരോപിക്കപ്പെടുകയും എങ്ങനെ അയാൾ സൊസൈറ്റിയിൽ ഒരു കുറ്റക്കാരനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എങ്കിൽ തൊട്ടടുത്ത ചാപ്റ്റർ വാറിൻ്റെ കൺസെപ്റ്റ് തന്നെ എന്താണ്? യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ്, എങ്ങനെയാണ് മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് എന്നൊക്കെയാണ് വരുന്നത്. അപ്പം റൈറ്റപ്പ് വരികയാണ് തീമിനെ ബേസ് ചെയ്തിട്ടാണ് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് കണ്ടൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ 4th യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ശാകുന്തളമായാലും ബേർഡ് വാച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററായാലും നേച്ചറുമായിട്ട് മനുഷ്യൻ്റെ ഒരു കണക്ഷൻ, പ്രകൃതിയും മനുഷ്യനും നമ്മളുടെ കണക്ഷൻ. ശാകുന്തളത്തിലാണെങ്കിൽ എത്ര മനോഹരമായിട്ട് പ്രകൃതിയോട് ഇടപഴകിയാണ് ആ ശാകുന്തളത്തിലെ ക്യാരക്ടേഴ്സ് ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ശാകുന്തളയും അവളുടെ സുഹൃത്തുക്കളും അവളുടെ പിതാവുമൊക്കെ ആ ആശ്രമത്തെ പ്രകൃതിയുമായി
കൂട്ടിയിണക്കിയിട്ട് എത്ര മനോഹരമായി ജീവിക്കുന്നു, നേച്ചറിനെ എങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നേച്ചറിനെ എത്ര സ്നേഹത്തോടെ അവർ കാണുന്നു എന്നൊക്കെയാണ് ആ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ബേർഡ് വാച്ചിങ് ആയാലും മനുഷ്യനും പ്രകൃതിയും പ്രകൃതിയിലുള്ള പക്ഷികളും ബേർഡ്സുമായിട്ടൊക്കെയുള്ള ഹ്യൂമൻ ബീയിങ്സ്, നമ്മുടെ മനുഷ്യൻ്റെ കണക്ഷനും അദ്ദേഹം എങ്ങനെയാണ് ആ ജോലി എൻജോയ് ചെയ്തത്. സോ നേച്ചറുള്ള മറ്റ് ജീവികൾ, മനുഷ്യൻ, ഈ റിലേഷനെ കുറിച്ചിട്ടായിരിക്കാം വരുന്നത്. ഇനി 5ാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ബിലോഡ് ബോയ്സ് ആയാലും പ്രൊഫസർ നാഷണലിനും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ കുറിച്ചിട്ടാണ് അല്ലേ. തെരേസ സ്നേഹിക്കാൻ ആരുമില്ലാതെ മാറ്റി നിർത്തപ്പെട്ടൊരു വ്യക്തിയാണ്. പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള അവരെക്കുറിച്ച് ചിന്താഗതികൾ കൊണ്ടായിരിക്കാം അവരെ സ്നേഹിക്കാൻ ആരുമില്ല. അവർ നമ്മുടെ നറേറ്ററിന് പോലും അവരെക്കുറിച്ച് മറ്റ് നെഗറ്റീവായ ചിന്താഗതി ഉണ്ടായിരുന്നു. പിന്നെ അത് മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. സോ സൊസൈറ്റി എങ്ങനെ ഒരാളെ മാറ്റി നിർത്തുന്നു? പ്രൊഫസർ നാഷണൽ എങ്ങനെയാണ് സെനഗലുകാരനായതുകൊണ്ട്, സെനഗലുകാരിയായതുകൊണ്ട്, കാര്യമായതുകൊണ്ട് ഏത് രീതിയിലാണ് സൊസൈറ്റി അവരെ കാണുന്നത്? പ്രതി റേസിസവും വർണ്ണവിവേചനവും കൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന നോക്കിയാണ്. സോ ആ കോൺസെപ്റ്റ് ഹ്യൂമൻ ബീയിങ്സിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്, പല രീതിയിലുള്ള അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കാം റൈറ്റപ്പുകൾ വരിക. ഇതിൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കൃത്യമായിട്ട് പ്രൊഡക്ഷനിലേക്കൊന്നും പോകാൻ കഴിയില്ല. എങ്കിലും റൈറ്റപ്പിന് നിങ്ങളിപ്പം എന്നോട് ചോദിക്കാനൊരു ഗസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ 1ാമത്തെ യൂണിറ്റിലോ അല്ലെങ്കിൽ 5ാമത്തെ യൂണിറ്റിലോ, ഈ 2 യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൈറ്റപ്പ് വരിക എന്നതിൻ്റെ ഒരു പ്രതീക്ഷ. ഇതല്ലാതെയും വരാം, പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഗസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ചാൻസുകൾ. ഇത് ഞാൻ ജനറലായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് തന്നതാണ്. അതിന് കറക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്ത് ഇന്നത് വരിക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത്രയും വൈഡായിട്ടുള്ള ഏരിയകൾ റൈറ്റപ്പിനൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാം പഠിക്കണം.